Hello everyone, welcome to my YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മൈസ്തീനിയ ഗ്രാവിസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. നമ്മൾക്കിപ്പോൾ പഠിക്കുന്ന, അതായത് ഒരു സ്റ്റുഡൻറ് നേഴ്സ് എന്ന ഉപരി നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പുറത്ത് പോകാനാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്ത് കൈൻഡ് ഓഫ് എക്സാംസിനാണെങ്കിലോ മൈസ്തീനിയ ഗ്രാവിസ് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്. ഒത്തിരി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും, കാരണം നമുക്ക് ഒത്തിരി പറയാനുണ്ട്. മാക്സിമം ഷോർട്ടാക്കി സംസാരിക്കാം. സോ വീഡിയോ ലാഗ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഒരു 1.25 1.5 ഓൺ ചെയ്ത് കേൾക്കണം കേട്ടോ. Okay, myasthenia gravis is a chronic autonomic disorder characterized by muscle weakness and fatigue, particularly affecting the voluntary muscles. Voluntary muscle എന്താണെന്നറിയാം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിലാണ് voluntary muscles അല്ലേ. ഓക്കെ, ഈ voluntary musclesനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സിവിയർ ആയിട്ടുള്ള വീക്ക്നെസ് ആൻഡ് ഫറ്റീഗ് ആണ് മൈസ്തീനിയ ഗ്രാവിസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൻ്റെ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് പറയട്ടെ. മയ എന്ന് പറഞ്ഞാൽ എന്താണ്? മയോസ്. മയ എന്ന് പറഞ്ഞാൽ മയോസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മയോസ് മീൻസ് മസിൽ. എസ്തീനിയ മീൻസ് വീക്ക്നെസ്. ഗ്രാവിസ് ഇതൊരു ഗ്രീക്ക് വേർഡാണ്. അപ്പോൾ ഗ്രാവിസ് എന്ന് പറയുന്നത് എന്താണ്? സിവിയർ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ ഡെഫിനിഷൻ പറയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. Myasthenia gravis is a neuromuscular disorder marked by a variable weakness of the voluntary muscle groups, worsening with the physical activity and improving with rest. അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിങ്. അതായത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇത് വേഴ്സൺ ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷെ റെസ്റ്റ് എടുക്കുമ്പോൾ ആ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി ഓഫ് പെയിനും കാര്യങ്ങളും എല്ലാം ഒന്ന് കുറയാൻ സഹായിക്കും. ഇതേപോലൊരു കണ്ടീഷൻ നമ്മൾ പഠിച്ചു. ഇതിന്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ എന്താണ്? പാർക്കിൻസൺസ് അല്ലെ. പാർക്കിൻസൺസ് കേട്ടു നോക്കുമ്പോൾ അതിനകത്ത് ഓവറോൾ എന്താ പറയുന്നത്? ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് അവർ പറയുന്നത് അല്ലെ. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വേഴ്സൺ ചെയ്യും, വർക്ക് ചെയ്യുമ്പോൾ ഇംപ്രൂവ് ചെയ്യും. അങ്ങനെയാണ് പാർക്കിൻസൺസ്. ഓക്കെ, നമ്മൾ ന്യൂറോളജിക്കൽ കണ്ടീഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. സോ ഇതൊരു ന്യൂറോ മസ്കുലർ ഡിസോർഡർ ആണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. സോ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്ന എല്ലാ കോസസും ഇതിന്റെ കോസുകളായിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഡിസ്ട്രപ്റ്റ്സ് ദ നോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് അറിയാലോ, നെർവ്സും മസിൽസും തമ്മിൽ എന്തുകൊണ്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ മസിലുകളും അല്ലെങ്കിൽ നമ്മുടെ വോളണ്ടറി മസിൽസ് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ എന്തില്ല? കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. ആരും നടത്തുന്നില്ല? നമ്മൾ ഇമ്മ്യൂൺ റെസ്പോൺസ് നടത്തുന്നില്ല. അതുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്? മൈസ്തീനിയ ഗ്രാവിസ് ഉണ്ടാകുന്നത്. ഓക്കെ, കോസസ് എന്താന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം വിട്ടുപോയി, പ്രിവലൻസ് റേറ്റ് നമ്മളിപ്പോൾ കുറച്ച് വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലും ഒഴിവാക്കണ്ടെന്ന് കരുതി ഒരു 20 to 40 കേസസ് പെർ 1 lakh people ആണ് വരുന്നത് കേട്ടോ. എത്രയാണ്? 20 to 40 കേസസ്. 20 മുതൽ 40 കേസ് വരെയാണ് 1,00,000 ആളുകളിൽ കണ്ടുവരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, കോസസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അല്ലെങ്കിൽ പ്രൈമറി കോസ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഫാക്ടേഴ്സ് തന്നെയാണ് നമ്മൾ പറഞ്ഞു. അതായത് ഈ പറയുന്ന AChRും MUSHും, അതായത് അസറ്റൈൽ കൊളൈൻ റെസപ്റ്റേഴ്സും മസിൽ സ്പെസിഫിക് കൈനേസും നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന നെർവ് അല്ലെങ്കിൽ മസിൽസിന്റെ കമ്മ്യൂണിക്കേഷനെ ഒത്തിരി സഹായിക്കുന്ന അല്ലെങ്കിൽ ന്യൂറോമസ്കുലർ ജംഗ്ഷനിലുള്ള രണ്ടാൾക്കാരാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ്. അപ്പോൾ ഇവരാണ് ഇതൊക്കെ നമ്മളെ നമ്മുടെ മസിൽസിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവര് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് എതിരായിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ടാവുമല്ലോ. ആന്റിബോഡീസ് നമ്മൾ ബോഡി തന്നെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന അസറ്റൈൽ കൊളൈനെ മസിൽ സ്പെസിഫിക് കൈനേസിനെ അതിൻ്റെ ആന്റിബോഡീസ് വന്ന് ഇതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് നടക്കുമോ? പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല. ഒന്നുകിൽ ബ്ലോക്ക് ചെയ്യും, അതിന്റെ ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യും. ഇതാണ് ഇവർ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആന്റിബോഡീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ്. അങ്ങനെയാണ് മൈസ്തീനിയ ഗ്രാവിസ് ഉണ്ടാകുന്നത്. അതാണ് ഒരു പ്രൈമറി കോസ് എന്ന് പറയുന്നത്. ഇനി അബ്നോർമൽ T cells and B cells റെസ്പോൺസ്. B cells T cells റെസ്പോൺസ് കേൾക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും അത്? ഇതും ഇതുപോലെ തന്നെയാണ്. അതായത് നമ്മുടെ T സെല്ലും B സെല്ലും ഒക്കെ വിചാരിക്കും ഈ പറയുന്ന AChR അല്ലെങ്കിൽ മസിൽ സ്പെസിഫിക് കൈനേസ് ഒക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് വിചാരിക്കും, ഇവര് നമ്മുടെ ശരീരത്തിന് പറ്റിയ ആൾക്കാരല്ലേ, ഇവരെന്തോ ഫോറിൻ ബോഡിയാണ്. അവർ മിസ്റ്റേക്കൺലി അങ്ങനെ പെർസീവ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തു? ഇവരാണല്ലോ ആന്റിബോഡീസ് ഒക്കെ ഉണ്ടാക്കി തരുന്ന ആൾക്കാർ. ഇവരെന്ത് ചെയ്യും? ഉടനെ ഇതിനെതിരെയുള്ള ആന്റിബോഡീസ് അങ്ങ് ഉണ്ടാക്കും. അപ്പോഴത്തേക്ക് പിന്നെ ഇതിന്റെ ആക്ഷൻ എന്താവും? സ്റ്റോപ്പ് ആവും. ഇതാണ് സംഭവിക്കുന്നത്.
മനസ്സിലായല്ലോ. പിന്നെ ഇതിന് കുറെ എന്താണ് ജനറ്റിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന കൺജനൈറ്റൽ അല്ലെങ്കിൽ ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ഇതിനകത്ത് കുറെ ഇതിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഇപ്പം ചിലർക്ക് എന്ന് പറഞ്ഞാൽ ഫാമിലി ഹെറിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഫാമിലി പരമായിട്ട് വരും. പിന്നെന്ന് പറഞ്ഞാൽ കൺജനൈറ്റൽ ഉണ്ട്. കൺജനൈറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മദറിൽ നിന്ന് ആ കുട്ടികൾക്ക് വരാം. അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, മൈസ്തീനിയ ഗ്രാവിസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും അല്ലാതെ ജനറ്റിക് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് നമുക്കറിയാലോ. ഇപ്പൊ പ്രഗ്നൻസി സമയത്തുള്ള എൻവയോൺമെന്റൽ എക്സ്പോഷേഴ്സ്, ടോക്സിക് എക്സ്പോഷേഴ്സ് ഒക്കെ കാരണം വരാം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നതാണ് കൺജനൈറ്റൽ അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എൻവയോൺമെന്റൽ അല്ലെങ്കിൽ ഹോർമോണൽ ഫാക്ടേഴ്സ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എക്സ്പോഷേഴ്സ് ടു ടോക്സിൻസോ ഹോർമോണൽ ചേഞ്ചസ് പ്രഗ്നൻസിയിൽ, അതായത് ഹോർമോണൽ ചേഞ്ചസ് പ്രധാനമായിട്ടും ഇപ്പൊ ഇൻ ദ കേസ് ഓഫ് വുമണിൽ പ്രധാനമായിട്ടും ഹോർമോണൽ ചേഞ്ച് ഉണ്ടാക്കുന്ന രണ്ട് സ്റ്റേജസ് ആണ് മെൻസ്ട്രേഷൻ സ്റ്റേജും ഒന്ന് പ്രഗ്നൻസി സ്റ്റേജ്. സോ ഈ പറയുന്ന ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ തൈമസ് ഗ്ലാൻഡ് അബ്നോർമാലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ് എ കോസ് ഓഫ് മൈസ്തീനിയ ഗ്രാവിസ്. ഇപ്പം ഈ തൈമസ് ഗ്ലാൻഡ് അബ്നോർമാലിറ്റി ഒരു വൺ ഓഫ് ദി മെയിൻ കോസ് തന്നെയാണ് കേട്ടോ. അതായത് ഇപ്പം നമുക്ക് ഇപ്പം ഈ തൈമോമ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് തൈമസ് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള ഒരു 15 തൊട്ട് ഒരു 10 തൊട്ട് 15% ആൾക്കാരെ എടുത്താലും അവർക്ക് എന്ത് കാണാൻ പറ്റും, തൈമോമ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കി എല്ലാ കോസസും ഈ ഒരു ട്രിഗറിങ് ആണ് അല്ലെങ്കിൽ എക്സാസെർബേറ്റ് ചെയ്യും ആരെയാണ്, മൈസ്തീനിയ ഗ്രാവിസിനെ. പിന്നെ അതർ ഫാക്ടേഴ്സ് ലൈക്ക് ഇപ്പം മെഡിക്കേഷൻസ്, സർജറീസ്, തൈമെക്ടമി, റേഡിയേഷൻ തെറാപ്പി, ഏജിങ്, ഇതൊക്കെ എന്തിന് കാരണമാവുന്നുണ്ട്, ഈ പറയുന്ന മൈസ്തീനിയ ഗ്രാവിസ് ഉണ്ടാവാനുള്ള കാരണമാവുന്നുണ്ട്. ഇനി നമുക്ക് ഈ തൈമക്ടമി സർജറി, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ തൈമോമയാണ് മൈസ്തീനിയ ഗ്രാവിസ് ഉണ്ടാക്കാനുള്ള വേറൊരു ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സർജിക്കൽ മാനേജ്മെന്റ് തന്നെ തൈമക്ടമിയാണ്. തൈമസ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്നതാണ്. അതായത് തൈമസ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുമ്പോൾ മൈസ്തീനിയ ഗ്രാവിസിനെ നമുക്ക് തന്നെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ചില കേസസിൽ ഈ തൈമക്ടമി എന്തായിട്ട് മാറും, മൈസ്തീനിയ ഗ്രാവിസിനെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് മാറും. പ്രത്യേകിച്ചും അത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, ഇപ്പോൾ വേറെ വല്ല കണ്ടീഷൻസ് ആണെങ്കിൽ കുഴപ്പമില്ല. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് വരുന്ന മൈസ്തീനിയ ഗ്രാവിസ് ആണെങ്കിൽ ഈ പറയുന്ന സർജിക്കൽ പ്രൊസീജിയർ ഒരു വൺ ഓഫ് ദ ട്രിഗറിങ് ഫാക്ടറായിട്ട് മാറും. മനസ്സിലായല്ലോ. പക്ഷെ നിങ്ങൾ ഇവിടെ ഇത് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യണം എന്നില്ല, എന്നാലും ഇതിനൊരു ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നാൽ മതി. മനസ്സിലായല്ലോ. ഈ മൈസ്തീനിയ ഗ്രാവിസ് വരികയാണെങ്കിൽ അതിൻ്റെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സർജിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് തൈമക്ടമിയാണ്. ഈ തൈമോമയാണ് അതിന് കാരണക്കാരനാണെങ്കിൽ തൈമക്ടമിയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം തൈമക്ടമി ചെയ്യുന്ന ഒരു പേഷ്യന്റിന് അതിന് ഒരു റീ എമിഷൻ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇപ്പം പേഷ്യന്റ് ട്രിഗർ ചെയ്യാനും അതുപോലെ തന്നെ ഈ കണ്ടീഷൻ വേഴ്സൺ ചെയ്യാനുള്ള കാപ്പബിലിറ്റിയും ആർക്കുണ്ട്, തൈമക്ടമിക്കുണ്ട്. അത് ഈ ഒരു ചില റെയർ കേസസിലാണ്, ഈ ജനറ്റിക് ആയിട്ടുള്ളതിനോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് വരുന്നത്. പിന്നെ റേഡിയേഷൻ തെറാപ്പി, ഏജിങ്. ഓക്കെ. ഇനി റെയർ ആയിട്ട് കാണുന്ന ഡിസോർഡേഴ്സ് ആണ് തൈറോയിഡ് ഡിസോർഡേഴ്സ്. തൈറോയിഡ് ഡിസോർഡേഴ്സ് ലൈക്ക് ഹൈപ്പർ തൈറോയിഡിസം ഇതിന് കാരണമാവുന്നുണ്ട്. ല്യൂപ്പസ് എന്താണ്, SLE. ഇപ്പം SLE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജനറ്റിക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള മിക്ക കണ്ടീഷനിലും ലൂപ്പസ് എഴുതാൻ പറ്റും. SLE ഒരു റെയർ ആയിട്ട് ഇത് ഉണ്ടാക്കാൻ ഉള്ളൊരു ചാൻസ് ഉള്ള ഒരാളാണ്. ഇപ്പം അതുപോലെ തന്നെ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് അറിയില്ല, ഇൻഫ്ലമേഷൻ ആണ്. ഇൻഫ്ലമേഷൻസും ഈ മസിൽസിനെ അല്ലെങ്കിൽ നെർവ്സിനെ വീക്കൻ ചെയ്യുന്നത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല. ആ ഒരു രീതിയിലാണ് അതൊരു കോസ് ആവുന്നത്. ഇപ്പം നമ്മളിപ്പം ഇപ്പം എന്താണ്, നമുക്ക് വേണമെങ്കിൽ കുറച്ച് കോസ് ആദ്യത്തെ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതി. പക്ഷെ നമ്മൾ മാക്സിമം കോസസിനെ കുറിച്ച് അവെയർ ആയിരുന്നാൽ നമുക്ക് അതിൻ്റെ പകുതിയെങ്കിലും നമുക്ക് അറ്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ നമുക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കുറേ ആഡ് ചെയ്ത് പഠിപ്പിക്കുന്നത്. ഓക്കെ. ഇനി വാസ്കുലർ ആൻഡ് ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വാസ്കുലൈറ്റിസ്, പിന്നെ ഉണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്തൊക്കെ പറഞ്ഞാലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ SLE പോലെ എല്ലാം എന്തിന് കാരണമാവുന്നുണ്ട്, ഈ പറയുന്ന മൈസ്തീനിയ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള എന്തും ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് അതിൻ്റെ കോസ് ആയിട്ട് മാറും. ഞാൻ ഓൾറെഡി തുടക്കത്തിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് എഴുതാൻ പറ്റും. ഇൻഫെക്ഷൻസും HIV ഇനി കുറച്ച് അധികം കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ഇൻഫെക്ഷൻസും ഇൻഫെസ്റ്റേഷൻസും എന്തിന് കാരണമാവുന്നുണ്ട്, ഈ പറയുന്ന മൈസ്തീനിയ ഗ്രാവിസിന് കാരണമാവുന്നുണ്ട്.
ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് ഓരോ പാർട്ടായിട്ട് പഠിക്കാം. കണ്ണിൽ നിന്ന് തുടങ്ങുക, താഴേക്ക് വരിക എന്നാണ് അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, മീൻസ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഒരു മസിൽസിന്റെ കളിയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഐസ്. ഇൻ ദ കേസ് ഓഫ് ഐസ് എടുക്കുകയാണെങ്കിൽ എന്താണ് ടോസസ് നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ? ഐലിഡിന്റെ ഡ്രൂപ്പിംഗ് ആണ്. അപ്പോൾ ഇത് സുപ്പീരിയോറിസ് മസിൽസ് സുപ്പീരിയോറിസ് മസിൽസിന്റെ വീക്ക്നെസ് ആണ് ടോസസ് എന്ന് പറയുന്നത്. ദെൻ ഡിപ്ലോപ്പിയ. എന്താ ഡിപ്ലോപ്പിയ? ഡബിൾ വിഷൻ അല്ലെ? എക്സ്ട്രാ ഓക്കുലർ മസിലിന്റെ വീക്ക്നെസ് ആണ് ഡിപ്ലോപ്പിയ. ദെൻ ബ്ലഡ് വിഷൻ എവിടെയാണ്? ഡ്യൂ ടു ദി മസിൽ വീക്ക്നെസ് അല്ലെങ്കിൽ മസിൽ ഫറ്റീഗ് കാരണം വരുന്നതാണ് ബ്ലഡ് വിഷൻ. പിന്നെ ഐ മസിൽ വീക്ക്നെസ്. ഐയുടെ മസിൽ വീക്ക്നെസ് എന്തിനായിരുന്നാലും ഇറഗുലർ ആയിട്ടുള്ള ഐ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ മനസ്സിലായോ? മസിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഭാഗത്തിനെയും ഇത് എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. ഇത് എഫക്റ്റ് ചെയ്യുന്നത് കണ്ണിലുള്ള മസിലുകളെ ആണെങ്കിൽ ഇതെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ ബാക്കി നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതിക്കൂടെ? ഓക്കെ, ഫേസ് എടുക്കുകയാണെങ്കിൽ ഫേഷ്യൽ വീക്ക്നെസ്, ഡിഫിക്കൽട്ടി സ്മൈലിംഗ്. എന്താണ്? മര്യാദയ്ക്ക് ചിരിക്കാൻ പറ്റൂല, അവിടുത്തെ മസിലുകൾക്ക് വീക്ക്നെസ് ഉണ്ട്. ഡിഫിക്കൽട്ടി ചൂയിങ്, ഡിഫിക്കൽട്ടി സോളോയിങ്. അവസാനം എന്ത് ചെയ്യാൻ പറ്റൂല. ഇത് ഈ മൈസ്തീനിൽ നിന്ന് ചെറിയ കണ്ടീഷൻ ഒന്നും അല്ല. കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈസ്തീനിയ ക്രൈസിസ് എന്ന് പറഞ്ഞ സാധനമാണ്. നമുക്ക് അങ്ങോട്ട് പോവാം, അതിന് മുമ്പ് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പം കണ്ണായി താഴോട്ട് ഫേസിലോട്ട് വന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പീച്ച് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റൂല. മൗത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നാൽ സ്പീച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും, സ്ലേർഡ് സ്പീച്ച് ഉണ്ടാവും, നേസൽ റീഗർജിറ്റേഷൻസ് ഉണ്ടാകാം, ഡിഫിക്കൽട്ടി ആർട്ടിക്കുലേറ്റിംഗ് വേർഡ്സ് ഒന്നും പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. swallowing എന്താണ്? ഡിസ്ഫാജിയ. swallowing റിലേറ്റഡ് പ്രശ്നം ഡിസ്ഫാജിയ. ചോക്കിംഗ്, റീഗർജിറ്റേഷൻ, വെയിറ്റ് ലോസ്. അപ്പം ഇതിൽ എന്തൊക്കെ വേർഡ്സ് നമുക്ക് അറിഞ്ഞൂടാതുണ്ട്? നേസൽ റീഗർജിറ്റേഷൻ പേരങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും റൈനോറിയാണ് ഉദ്ദേശിക്കുന്നത്. എക്സസീവ് ആയിട്ടുള്ളെങ്കിൽ എന്താണ് സ്പീച്ചിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. നേസൽ റീഗർജിറ്റേഷൻ എന്ന് പറഞ്ഞപ്പം എന്താ പറയാ, നേസൽ റിഫ്ലക്സ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ റൈനോറിയ ഉണ്ടാവും. അതായത് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഇല്ലേ, അതിങ്ങനെ മൂക്കിൽ കൂടെയൊക്കെ ഫുഡും അല്ലെങ്കിൽ ലിക്വിഡ്സ് ഒക്കെ വരും. അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിനെ ഞാൻ ഈ സംഭവം കണ്ടിട്ടുണ്ട്, നേസൽ റീഗർജിറ്റേഷൻ. അതായത് ഇപ്പം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ മൂക്കിൽ കൂടെ അങ്ങനെയൊക്കെ വരും, ഫുഡ് വരും. അങ്ങനെ ഒരു തരം കണ്ടീഷനാണത്. ഓക്കെ, ദെൻ എന്താണ് മറ്റേ swallowing റീഗർജിറ്റേഷൻ മനസ്സിലായില്ലേ? തിരിച്ചു കയറി വരുന്നത്, നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡ് തിരിച്ചു കയറി വരുന്നത്. ചോക്കിങ് അറിയാം, ഡിസ്ഫാജിയ, ഡിഫിക്കൽട്ടി swallowing. ഓക്കെ, അടുത്തെന്താ? റെസ്പിറേറ്ററി എന്ന് പറയുമ്പോൾ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. അപ്പോൾ അവിടുത്തെ മസിലാണല്ലോ, വോളണ്ടറി മസിൽസ് ആണല്ലോ, അവിടെയും വീക്കൻ ചെയ്യുമ്പം ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. റെസ്പിറേറ്ററി ഫെയിലർ, വീക്ക് കഫ്, മര്യാദയ്ക്ക് നമുക്ക് ഒച്ചയെടുത്ത് ചുമയ്ക്കാൻ പോലും പറ്റൂല. അത് നമ്മൾ ചുമയെന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി ആയിട്ട് വരുന്നതല്ല, ഒരു റിഫ്ലെക്സ് വരുമ്പോൾ നമ്മളായിട്ട് ചുമയ്ക്കുന്നതല്ലേ, പറ്റൂല. ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ് ഉണ്ടാവും. പിന്നെ മസിൽസ് ആണെങ്കിൽ മസിൽ വീക്ക്നെസ്, മസിൽ ഫറ്റീഗ്, മസിൽ അട്രോഫി, ഡിക്രീസ്ഡ് റിഫ്ലെക്സ്, ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ജനറൽ ആണെങ്കിൽ ഫറ്റീഗ്, മലേസ്, വെയിറ്റ് ലോസ്, ഡിക്രീസ്ഡ് മൊബിലിറ്റി. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡ് ഏക്സ് വരാം, ഡിസ്നെസ് വരാം. ഇമോഷണൽ ചേഞ്ചസ് എഴുതണം, കാരണം ന്യൂറോളജിക്കൽ കണ്ടീഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്തെന്ന് പറയുന്നത്, ഇമോഷണൽ ചേഞ്ചസ്. ക്രൈസിസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൈസീനിയ ഗ്രാവിസിന്റെ ക്രൈസിസ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിനാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും ക്രൈസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെസ്പിറേറ്ററി ഫെയിലർ, സിവിയർ വീക്ക്നെസ്, ഡിഫിക്കൽട്ടി സ്പീക്കിംഗ്. ഊഹിച്ചൂടെ? നമ്മളിപ്പോൾ തന്നെ പഠിച്ചത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഇപ്പോൾ കാർഡിയക് അറസ്റ്റ്, റെസ്പിറേറ്ററി അല്ലെങ്കിൽ സ്പീക്കിംഗ്, swallowing ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്തൊക്കെയായിരിക്കും അതിൻ്റെ കോൺസിക്വൻസസ്. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ തുടക്കം തന്നെ പറഞ്ഞോട്ടെ, ലാബ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ആൻറ്റിബോഡീസും കാര്യങ്ങളും അസറ്റൈൽ കൊളൈനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടില്ലേ കാര്യമുള്ളൂ. CT MRI എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു സെക്കൻഡറി ആണ്. അതായത് ഇപ്പം വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇപ്പോൾ ട്യൂമേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ തൈമസ് ഗ്ലാൻഡ് അതിൻ്റെ പ്രശ്നങ്ങളാണോ, അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അല്ലെങ്കിൽ നമുക്കിപ്പം ക്ലിനിക്കൽ ഇവാലുവേഷൻ ലാബോറട്ടറി ടെസ്റ്റുകളാണ് നോക്കുന്നത്. അസറ്റൈൽ കൊലൈൻ റിസപ്റ്റർ ആൻറ്റിബോഡി നമ്മൾ പഠിച്ചില്ലേ, മസിൽ സ്പെസിഫിക് കൈനേസ് ആൻറ്റിബോഡി ടെസ്റ്റ്, ലിപ്പോപ്രോട്ടീൻ റിലേറ്റഡ് പ്രോട്ടീൻ ടെസ്റ്റ്,
പിന്നെ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യും, പിന്നെ CBC നോക്കും, ഇലക്ട്രോലൈറ്റ് പാനൽ നോക്കും, തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കും. ഇനി തൈറോയിഡ് നമ്മൾ പറഞ്ഞില്ല ഒരു കോസാണ്. hyperthyroidism and hyperthyroidism is a cause of thyroid is a cause of myasthenia gravis. അപ്പോൾ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മളിവിടെ നോക്കും. പിന്നെ EMG നെർവ് കണ്ടക്ഷൻസ്, ഇപ്പം നെർവ് പരമായിട്ടുള്ള പ്രോബ്ലംസ്, ഇപ്പം നെർവ് ഇതൊക്കെ വേണമെന്നില്ല, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ കുറച്ച് അലങ്കാരമായിട്ട് എഴുതിക്കോട്ടെ എന്ന് എഴുതിയതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇതൊക്കെ എല്ലാം ഇപ്പം ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനും നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്. അപ്പം ഒരു കണ്ടീഷൻ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് സുഖമായിട്ട് അടുത്തടുത്ത് എഴുതാൻ പറ്റും. പക്ഷെ ജനറലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചേഞ്ച് ആവുന്നുള്ളൂ. ഇവിടെ എന്താ സിംഗിൾ ഫൈബർ EMG എന്താ നോക്കാം അല്ലേ. അത് ഇപ്പം പറയുവാണെങ്കിൽ ഇത് ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റാണ്. അതായത് നമ്മുടെ ഈ മൈസ്തീനിയ ഗ്രാവിസിന് വേണ്ടി തന്നെ നോക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല. അതായത് ഒരു സിംഗിൾ മസിലിന്റെ ആക്ടിവിറ്റീസ് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ ആ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സിംഗിൾ ഫൈബർ EMG. മനസ്സിലായല്ലോ. ഒരു സിംഗിൾ, ഇപ്പം ഇലക്ട്രോമയോഗ്രഫി ഇല്ലേ, അപ്പം ഇലക്ട്രോമയോഗ്രഫി പോലെ തന്നെയാണ്. അതായത് ഒരു മസിലിന്റെ ഒരു മസിൽ ഫൈബറിന്റെ മാത്രം നോക്കുന്നതാണ് സിംഗിൾ ഫൈബർ EMG. പിന്നെ ഇമാജിൻ സ്റ്റഡീസസ്, പെറ്റ് സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ ട്യൂമറെ കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. പിന്നെ സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റുകളുണ്ട്. ടെൻസിലോൺ ടെസ്റ്റ്, ഐസ്പാക്ക് ടെസ്റ്റ്, സ്ലീപ്പ് ടെസ്റ്റ്, എക്സർസൈസ് ടെസ്റ്റ്. ഇത് എന്താണെന്നൊന്നും വേണ്ട, എന്നാലും ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം ടെൻസിലോൺ ടെസ്റ്റ് എന്താന്ന് നോക്കാം. അത് ടെൻസിലോൺ ടെസ്റ്റിനാണ് എൻഡ്രോഫോണിയം ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് എൻഡ്രോഫോണിയം ടെസ്റ്റ്? അതർവൈസ് കോൾഡ് എൻഡ്രോഫോണിയം ടെസ്റ്റ്. അതായത് മസിലിന്റെ സ്ട്രെങ്തിനെയും, അതായത് പിന്നെ അതുപോലെ തന്നെ ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ, അതായത് ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ അവിടെ നടക്കുന്ന ട്രാൻസ്മിഷൻസും അത് കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു ടെസ്റ്റാണ് ടെൻസിലോൺ ടെസ്റ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഐസ്പാക്ക് ടെസ്റ്റ്, സ്ലീപ്പ് ടെസ്റ്റ്, എക്സസൈസ് ടെസ്റ്റിനെ കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ, അതായത് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. ഓക്കെ. പിന്നെ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ്, കോളിയെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സും ഇമ്മ്യൂണോ സപ്രസൻസും ഒക്കെ നമ്മൾ കൊടുക്കും. ഇപ്പം ഒത്തിരി എക്സാമ്പിൾസ് ഞാൻ എഴുതിയിട്ടില്ല, കുറച്ച് പഠിക്കാൻ പറ്റുന്ന എക്സാമ്പിൾസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പൈറിഡോസ്റ്റിക്മിനും നിയോസ്റ്റിക്മിനും. കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് അറിയാലോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒത്തിരി സ്ഥലത്ത് നമുക്ക് ആവശ്യം വരുന്ന ഡ്രഗുകളാണ് ഇവരൊക്കെ, പഠിച്ചു വെക്കുക. പിന്നെ ഇമ്മ്യൂണോ സപ്രസൻസ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രെഗ്നിസോൺ, അസാത്തിയോപ്രിൻ, സൈക്ലോസ്പോറിൻ, കുറേ ഡ്രഗുകളുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അറിയാവുന്നതും എളുപ്പമുള്ളതും മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് കൊടുക്കും. മസിൽ റിലാക്സൻറ്റ് ഡാർക്കൻ ചെയ്യാൻ ഞാൻ വിട്ടുപോയി, സോറി. അപ്പോൾ മസിൽ റിലാക്സൻസ് നമ്മൾ കൊടുക്കും. ബെക്ലോഫൻ നമ്മളിപ്പോൾ പഠിച്ച എല്ലാ കണ്ടീഷനും പഠിച്ചൊരു ഡ്രഗായിരുന്നു ബെക്ലോഫൻ. പിന്നെ സൈക്ലോബെൻസെപ്രിൻ, പിന്നെ ആൻറ്റി കോളിനർജിക് മെഡിക്കേഷൻസും കൊടുക്കും. അട്രോപ്പിനും കാര്യങ്ങളൊക്കെ കൊടുക്കും. നിങ്ങൾക്ക് അറിയാവുന്ന ഡ്രഗ് എന്താ അത് എഴുതിയാൽ മതി. ഇപ്പം എൻ്റെ സൗകര്യത്തിന് കുറച്ച് ഡ്രഗ്സ് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സും കൊടുക്കും. പിന്നെ സർജിക്കൽ മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, തൈമെക്ടമിയാണ് സർജിക്കൽ മാനേജ്മെന്റ്. പിന്നെ നഴ്സിംഗ് ഡയഗ്നോസിസ്. അപ്പോൾ വീഡിയോ ലോങ് ആയി പോകുന്നുണ്ട്, പെട്ടെന്ന് പറയുന്നത്. നഴ്സിംഗ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി പരമായിട്ടാണെങ്കിൽ ഇമ്പയർഡ് ഫിസിക്കൽ മൊബിലിറ്റി ഉണ്ടാവും, കാരണം മസിൽ വീക്ക്നെസ് അല്ലേ. പിന്നെ ആക്ടിവിറ്റി ഇൻടോളറൻസ് ഉണ്ട്, ഫറ്റീഗ് ഉണ്ട്, ഡിക്രീസ്ഡ് മസിൽ സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പോൾ ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇത്രയും ഡയഗ്നോസിസ് എഴുതാമല്ലോ. രണ്ടാമത്തേത് കോഗ്നിറ്റീവ് അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ടുള്ള നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ്. ആൻസൈറ്റി എഴുതാം, ഫിയർ, ഡിപ്രഷൻ, ഡിക്രീസ്ഡ് സെൽഫ് എസ്റ്റീം റിലേറ്റഡ് ടു എന്താണ് ഫിയർ ഓഫ്, അല്ലെങ്കിൽ ഡിക്രീസ്ഡ് റിലേറ്റഡ് ടു വേഴ്സണിങ് ഓഫ് കണ്ടീഷൻ ആസ് എവിഡൻസ്ഡ് ബൈ ഡിക്രീസ്ഡ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഇപ്പം ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു ഇത്. പിന്നെ എന്താ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമ്മൾ പറഞ്ഞു ക്രൈസിസ് വരാം. ഇംപെയർഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഡിഫിക്കൽട്ടി ആർട്ടിക്കുലേറ്റിംഗ് വേർഡ്സ് ഉണ്ട്, സ്ലേർഡ് സ്പീച്ച് ഉണ്ട്, സോളിങ് ഡിഫിക്കൽട്ടീസ്, ഇപ്പം ഡിസ്ഫാജിയ റിലേറ്റഡ് ടു മസിൽ വീക്ക്നെസ് എഴുതാം. റിസ്ക് ഫോർ ആസ്പിറേഷൻ റിലേറ്റഡ് ടു എന്താണ് ലാക്ക് ഓഫ് സെൻസേഷൻ എഴുതാം. മസിൽ അല്ലെങ്കിൽ ലാക്ക് ഓഫ് മസിൽ കൺട്രോൾ എഴുതാം. അങ്ങനെ ഒത്തിരി എഴുതാം. ഐ കെയർ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ഇംപെയർഡ് വിഷൻ എഴുതിക്കോടെ, അല്ലെങ്കിൽ ടോസസ് എഴുതാം. ഇങ്ങനെയല്ല, നമ്മൾ കുറച്ചുകൂടെ മാറ്റി എഴുതുന്നത്. ഞാൻ ആ ഒരു ക്ലിനിക്കൽ ഇത് വെച്ച് തന്നെ ഇങ്ങനെ എഴുതി കൊടുത്തേ ഉള്ളൂ. പിന്നെ റെസ്പിറേറ്ററി, ഇംപെയർഡ് റെസ്പിറേറ്ററി ഫങ്ഷൻസ്, ഇൻഎഫക്റ്റീവ് ബ്രീത്തിങ് പാറ്റേൺ, റെസ്പിറേറ്ററി ഫെയിലിയർ, ഇംപെയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് വരില്ല. പിന്നെ വേണമെന്ന് വെച്ചാൽ വേണ്ട, അത് വേണ്ട. പിന്നെ എന്തൊക്കെയാണ്, ഇംപെയർഡ് ടിഷ്യൂ ഇൻറ്റഗ്രിറ്റി എഴുതാൻ പറ്റും, കാരണം വീക്ക്നെസ് വന്നാൽ ബെഡ് റിഡൻ ആയി കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട്. അൾസേഴ്സ് വരാം, സോഷ്യൽ ഐസൊലേഷൻ,
ഡിക്രീസ് ദ സോഷ്യൽ ഇൻട്രാക്ഷൻ, അങ്ങനെ ഒത്തിരി ഒത്തിരി എഴുതാൻ പറ്റും. കുറച്ച് ഇൻ്റർവെൻഷൻസ് ഞാൻ ലിസ്റ്റ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എഴുതുക. നമ്മളെപ്പോഴും ഇപ്പോൾ എനിക്ക് തോന്നിയോ ഞാനൊന്നും കൊടുക്കത്തില്ലെങ്കിൽ ഒരു കംപ്ലീഷൻ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തതുകൊണ്ട് കുറച്ച് നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം മൈസ്തീനിയ ഗ്രാവിസിയിൽ പരമായിട്ട് എന്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന കണ്ടീഷൻ. പിന്നെ എന്തെങ്കിലും കുറ്റോ കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇതിന് എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. പിന്നെന്താ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ്, ഇപ്പം നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. താങ്ക് യു.